നമസ്കാരം. 2025 കറണ്ട് അഫയേഴ്സ് സീരീസിൽ ഇന്നത്തെ ക്ലാസ്സിൽ 2025 ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് ആണ് നമ്മൾ പഠിക്കാനായിട്ട് തുടങ്ങുന്നത്. വളരെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ ക്ലാസ്സിനകത്ത് പറയത്തുള്ളൂ. അല്ലാത്ത കാര്യങ്ങളൊക്കെ നോട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കാം. ഇതിൻ്റെ നോട്ട് നിങ്ങൾക്ക് ആസ്ഥ അക്കാഡമിയുടെ ടെലഗ്രാം ചാനലിൽ നിന്ന് ലഭ്യമാകും. അതുപോലെ ആസ്ഥ അക്കാഡമിയുടെ ഓൺലൈൻ കോഴ്സുകളിൽ പങ്കെടുക്കുന്നതിനും ഞങ്ങളുടെ മറ്റ് സേവനങ്ങൾക്കുമായി ആസ്ഥ അക്കാഡമി കേരള എന്ന ഞങ്ങളുടെ ലേണിംഗ് ആപ്പ് ഡൗൺലോഡ് ചെയ്യാം. ഇവിടെ നടക്കുന്ന ക്ലാസ്സുകളുടെയൊക്കെ PDF നോട്ട്സ് ഞങ്ങളുടെ ടെലഗ്രാം ചാനൽ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നമുക്ക് ക്ലാസ്സിനകത്തോട്ട് വരാം. ഞാൻ അജിത് സുമേരു. ഏവർക്കും ആസ്ഥ അക്കാഡമിയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ശരി, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലെ ആദ്യത്തെ പോയിന്റിലോട്ട് വരാം. കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് അല്ലേ? കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ് അല്ലേ? തിരുവനന്തപുരം ജില്ലയിലെ പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ ഗ്രാമപഞ്ചായത്ത്. 2022 ഈ പദവി പുല്ലമ്പാറ ഗ്രാമപഞ്ചായത്തിന് ലഭിക്കുന്നത്. അതിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടുകൊണ്ട് അല്ലെങ്കിൽ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് കേരള സർക്കാർ ആരംഭിച്ച ഒരു പദ്ധതിയുണ്ട്. അതാണ് ഡിജി കേരളം പദ്ധതി. കേരളത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ കേന്ദ്രമാക്കി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതിയായിരുന്നു ഡിജി കേരളം പദ്ധതി. ആ ഡിജി കേരളം പദ്ധതിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരത ജില്ലയായിട്ട് മാറിയത് ഏത് ജില്ലയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എറണാകുളം ജില്ലയാണ് അല്ലേ? ഇപ്പോൾ 2025 ഓഗസ്റ്റിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് കേരളം മാറി. അപ്പോൾ 2025 ഓഗസ്റ്റിൽ ഇന്ത്യയിലെ ആദ്യത്തെ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായിട്ട് മാറിയ സംസ്ഥാനം ഏത് എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ കേരളമാണ്. ഇതിനു മുമ്പ് വേറൊരു കാര്യം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഇ സ്റ്റാമ്പിംഗ് സംസ്ഥാനം. ഇന്ത്യയിലെ ആദ്യത്തെ ഇ സ്റ്റാമ്പിംഗ് സംസ്ഥാനവും ഏതാണ്? അതും കേരളമാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ഡിജി കേരളം പദ്ധതിയുടെ തുടർച്ചയായിട്ട് കേരള സർക്കാർ നടത്തുന്ന മറ്റൊരു പദ്ധതിയാണ് ഏത് പദ്ധതി? ഡീഡ് എന്ന് പറയുന്ന പദ്ധതി. ഡിജി കേരളം പദ്ധതിയുടെ തുടർച്ചയായിട്ട് കേരള സർക്കാർ നടപ്പിലാക്കുന്ന മറ്റൊരു പദ്ധതിയാണ് ഡീഡ് എന്ന് പറയുന്ന പദ്ധതി അല്ലെങ്കിൽ സംരംഭം. എന്താണ് ഡീഡ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഡിജിറ്റലൈസേഷൻ ഓഫ് എവരി എസെൻഷ്യൽ ഡോക്യുമെന്റ്. ഡിജിറ്റലൈസേഷൻ ഓഫ് എവരി എസെൻഷ്യൽ ഡോക്യുമെന്റ്. കേരളത്തിലെ എല്ലാ പൗരന്മാരുടെയും സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളുമൊക്കെ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതി. കേരളത്തിലെ എല്ലാ പൗരന്മാരുടെയും സർട്ടിഫിക്കറ്റുകളും മറ്റു രേഖകളുമൊക്കെ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്ന ഒരു പദ്ധതിയാണ് ഏത്? ഈ ഡീഡ് എന്ന് പറയുന്ന പദ്ധതി അഥവാ ഡിജിറ്റലൈസേഷൻ ഓഫ് എവരി എസെൻഷ്യൽ ഡോക്യുമെന്റ് എന്നറിയപ്പെടുന്ന പദ്ധതി. അപ്പോൾ അതിലൂടെ കേരള സർക്കാർ ഉദ്ദേശിക്കുന്ന എന്താണ്? പേപ്പർ രഹിത ഭരണം എന്ന് പറയുന്ന ഒരാശയമാണ്. അപ്പോൾ കേരളം പേപ്പർ രഹിത ഭരണത്തിലോട്ട് മാറാനായിട്ട് പോകുന്നു. അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ നമ്മൾ ഡിജി കേരളം പദ്ധതിയുടെ തുടർച്ചയായിട്ട് മറ്റൊരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നു. അതാണ് ഏത്? ഡീഡ് എന്ന് പറയുന്ന പദ്ധതി. അപ്പോൾ ഡീഡ് എന്ന് പറയുന്ന പദ്ധതി എല്ലാ പൗരന്മാരുടെയും എന്താണ് സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ ഡിജിറ്റലായിട്ട് സൂക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു സംവിധാനമാണ് എന്ന് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. EMS ഡിജിറ്റൽ സ്മൃതി മ്യൂസിയം. EMS ഡിജിറ്റൽ സ്മൃതി മ്യൂസിയം. ഈ അടുത്ത കാലത്ത് ആ പറഞ്ഞ സ്മൃതി മ്യൂസിയത്തിൻ്റെ നിർമ്മാണ ഉദ്ഘാടനം നടക്കുകയുണ്ടായി. EMS ഡിജിറ്റൽ സ്മൃതി മ്യൂസിയം നിലവിൽ വരുന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ കേരള നിയമസഭാ മന്ദിരത്തിലാണ്. അപ്പോൾ കേരള നിയമസഭാ മന്ദിരത്തിൽ ഏത് മുൻ കേരള മുഖ്യമന്ത്രിയുടെ ഡിജിറ്റൽ സ്മൃതി മ്യൂസിയമാണ് നിലവിൽ വരുന്നത് എന്ന് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. അത് EMS നമ്പൂതിരിപ്പാടിൻ്റേതാണ്. നമുക്കറിയാം കേരളത്തിലെ ആദ്യത്തെ മുഖ്യമന്ത്രിയാണ് EMS നമ്പൂതിരിപ്പാട്.
അല്ലേ? കേരളം മലയാളികളുടെ മാതൃഭൂമി, അങ്ങനെ ഒരു പുസ്തകം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് എഴുതിയതാരാണ്? EMS നമ്പൂതിരിപ്പാട്, അല്ലേ? കേരളം മലയാളികളുടെ മാതൃഭൂമി. അതുപോലെ വേറൊരു പുസ്തകമുണ്ട്, 1.25 കോടി മലയാളികൾ. ആ പുസ്തകം രചിച്ചതാരാണ്? അതും EMS ആണ്. EMSൻ്റെ ആത്മകഥ എന്താണ് എന്ന് കൂടി മനസ്സിലാക്കി വയ്ക്കണം. EMSൻ്റെ ആത്മകഥയുടെ പേരും അത് തന്നെയാണ്, ആത്മകഥ. ആത്മകഥ എന്നുള്ളത് എന്ത് തന്നെയാണ്? ആത്മകഥ എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആത്മകഥയുടെ പേരും. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് മറ്റൊരു ഭാഗത്തോട്ട് വരാം. അന്താരാഷ്ട്ര ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ. അന്താരാഷ്ട്ര ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ കേരളത്തിലെ ഒരു ക്യാമ്പസിൽ ഇത് തയ്യാറാകുന്നുണ്ട്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ നിലവിൽ വരുന്നത് കേരളത്തിലെ ഏത് ക്യാമ്പസിലാണ് എന്ന് ചോദിച്ചാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലാണ്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ 2021 മുതൽ ലൈവായി നിൽക്കുന്ന ഒരു പദ്ധതിയാണ്. അതിൻ്റെ നിർമ്മാണം പുരോഗമിച്ചു കൊണ്ടിരിക്കുന്നു. അതായത് കേരളത്തിലെ ചരിത്ര പ്രാധാന്യമുള്ള രേഖകൾ അത് സംരക്ഷിക്കുക, അതുമായി ബന്ധപ്പെട്ട ഗവേഷണങ്ങൾ നടത്തുക, ഇതൊക്കെയാണ് ഈ പറഞ്ഞ സെൻറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അന്താരാഷ്ട്ര ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ നിലവിൽ വരുന്നത് കേരളത്തിലെ ഏത് ക്യാമ്പസിലാണ് എന്ന് ചോദിച്ചാൽ കേരള യൂണിവേഴ്സിറ്റിയുടെ കാര്യവട്ടം ക്യാമ്പസിലാണ് എന്ന് പറയണം. അത് പറയുമ്പോൾ വേറൊരു കാര്യം കൂടി നിങ്ങൾ അവിടെ ശ്രദ്ധിച്ചു വയ്ക്കണം. ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല കയ്യെഴുത്ത് പ്രതി മ്യൂസിയം, ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല കയ്യെഴുത്ത് പ്രതി മ്യൂസിയം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? അത് തിരുവനന്തപുരത്താണ്. തിരുവനന്തപുരത്ത് ഫോർട്ട് എന്ന് പറയുന്ന സ്ഥലമുണ്ട്, കിഴക്കേക്കോട്ട എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് ഈ പറഞ്ഞ ഏത് ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല കയ്യെഴുത്ത് പ്രതി മ്യൂസിയം ഉള്ളത്. പരീക്ഷയ്ക്ക് ചോദിച്ചതാണ്, ഇനിയും ചോദിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ 2 പോയിന്റുകളാണ് പറഞ്ഞത്. അന്താരാഷ്ട്ര ആർക്കൈവ്സ് ആൻഡ് ഹെറിറ്റേജ് സെൻറ്റർ നിലവിൽ വരുന്നത് കേരളത്തിലെ ഏത് ക്യാമ്പസിലാണ് എന്ന് ചോദിച്ചാൽ കാര്യവട്ടം ക്യാമ്പസ്, തിരുവനന്തപുരം. അതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ താളിയോല കയ്യെഴുത്ത് പ്രതി മ്യൂസിയം എവിടെയാണ് എന്ന് ചോദിച്ചാൽ അത് തിരുവനന്തപുരത്താണ്, കിഴക്കേക്കോട്ടയിലാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് അറിയാവുന്ന കാര്യമാണ്, കേരള സംസ്ഥാന സർക്കാർ നമ്മുടെ ഈ പറഞ്ഞ സിലബസിൽ, കുട്ടികളുടെ സിലബസിനകത്ത് റോബോട്ടിക്സ് എന്ന് പറയുന്ന വിഷയം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, അല്ലേ? കേരളത്തിലെ സർക്കാർ ഈ അടുത്ത കാലത്ത് കേരള ഈ പറഞ്ഞ സിലബസിനകത്ത്, പിള്ളേരുടെ സിലബസിനകത്ത് ഒരു വിഷയം പുതുതായിട്ട് ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. അതേതാണ്? റോബോട്ടിക്സ് ആണ്. ഏതാണ്? റോബോട്ടിക്സ്. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് ലാബ് നിലവിൽ വന്നത് ഏത് ഗവൺമെൻറ് സ്കൂളിലാണ്? കേരളത്തിൽ ആദ്യമായിട്ട് AI റോബോട്ടിക് ലാബ് നിലവിൽ വന്നത് ഏത് സർക്കാർ സ്കൂളിലാണ് എന്ന് ചോദിച്ചാൽ അത് പൊറവത്തൂർ ഗവൺമെൻറ് UPSലാണ്. പൊറവത്തൂർ ഗവൺമെൻറ് UPS, അതായത് മലപ്പുറം ജില്ലയിലുള്ള ഒരു ഈ പറഞ്ഞ UP സ്കൂളാണ് പൊറവത്തൂർ ഗവൺമെൻറ് UPS, അല്ലേ? അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ AI റോബോട്ടിക് ലാബ് ഏത് സർക്കാർ സ്കൂളിലാണ് വന്നത് എന്ന് ചോദിച്ചാൽ പൊറവത്തൂർ ഗവൺമെൻറ് UPSലാണ്, മലപ്പുറം ജില്ല. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാം KSFE, അല്ലേ? കേരളത്തിലെ ഒരു അഭിമാനമായിട്ടുള്ള ഒരു സ്ഥാപനമാണ്. കേരളത്തിലെ അഭിമാനമായിട്ടുള്ള ഒരു അർദ്ധ സർക്കാർ സ്ഥാപനമാണ്. കുറച്ചുകൂടി വ്യക്തമായിട്ട് പറഞ്ഞാൽ അതൊരു MNBFC ആണ് എന്ന് പറയും. അതായത് മിസലേനിയസ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനി. ബാങ്ക് അല്ല, പക്ഷേ ബാങ്കിൻ്റെ ആ സ്വഭാവ സവിശേഷതകളൊക്കെയുള്ള മിസലേനിയസ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ് KSFE എന്ന് നമുക്ക് അറിയാം. KSFE അടുത്ത കാലത്ത് വാർത്തകളിൽ വന്നു. എങ്ങനെയാണ് വാർത്തകളിൽ വന്നത്? 1 ലക്ഷം കോടിക്ക് മുകളിൽ ബിസിനസ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ MNBFC, അല്ലേ? 1 ലക്ഷം കോടിക്ക് മുകളിൽ, 1 ലക്ഷം കോടി രൂപയ്ക്ക് മുകളിൽ ബിസിനസ് നേടിയ ഇന്ത്യയിലെ ആദ്യത്തെ മിസലേനിയസ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ് കേരളത്തിലെ ഏത് സ്ഥാപനം? KSFE എന്നുള്ളത് ഓർത്ത് വയ്ക്കുക, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. അവിടെ വേറൊരു കാര്യം കൂടി മനസ്സിലാക്കി വെക്കണം. KSFEയുടെ ആസ്ഥാനം എവിടെയാണ്? KSFEയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂർ ഭദ്രതയാണ് KSFEയുടെ ആസ്ഥാനം. ആസ്ഥാന മന്ദിരത്തിന് കൊടുത്തിരിക്കുന്ന പേര് അങ്ങനെയാണ്. KSFEയുടെ ആസ്ഥാനം തൃശ്ശൂർ ഭദ്രത, അല്ലേ?
KSFE നിലവിൽ വരുന്നത് എന്നാണെന്ന് ചോദിച്ചാലോ 1969 1969 EMS രണ്ടാമത് മുഖ്യമന്ത്രിയായിരിക്കുന്ന സമയത്താണ് KSFEയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. അപ്പോൾ KSFE നിലവിൽ വരുന്നത് 1969 KSFEയുടെ ആസ്ഥാന മന്ദിരം എന്ന് പറയുന്നത് തൃശ്ശൂരാണ്. ആ ആസ്ഥാന മന്ദിരത്തിന് കൊടുത്തിരിക്കുന്ന പേരാണ് ഭദ്രത. ഇപ്പോൾ KSFE വാർത്തയിൽ വന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ 1,00,000 കോടി രൂപയ്ക്ക് മുകളിൽ ബിസിനസ് നേടിയ കേരളത്തിലെ ആദ്യത്തെ MNBFC ആണ്. മിസ്സെലേനിയസ് നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനിയാണ് ഏത്? KSFE. നല്ലൊരു പോയിന്റാണ്, ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ചോദ്യത്തിലോട്ട് വരാം. UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏതാണ്? UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയാണ്, അല്ലേ? അപ്പോൾ ചോദ്യവുമായി ഉത്തരവുമായി UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയ കേരളത്തിലെ ആദ്യത്തെ ജില്ല ചോദ്യം, ഉത്തരമായി ഏതാണ്? കോഴിക്കോട്. പക്ഷേ ചോദ്യം ഇതുവരെ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. UDID എന്ന് വെച്ചാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? യൂണിവേഴ്സൽ ഡിസേബിലിറ്റി ID, യൂണിവേഴ്സൽ ഡിസേബിലിറ്റി ID അല്ലെങ്കിൽ യുണൈക്ക് ഡിസേബിലിറ്റി ID എന്നും പറയാറുണ്ട്. അതായത് അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർക്ക്, വികലാംഗർ അതായത് അംഗപരിമിതരായിട്ടുള്ള ആൾക്കാർക്ക് നൽകുന്ന ഒരു സവിശേഷ തിരിച്ചറിയൽ കാർഡാണ് UDID. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള രജിസ്ട്രേഷൻ കേരളത്തിൽ ആദ്യമായിട്ട് പൂർത്തിയാക്കിയത് ഏത് ജില്ലയിൽ എന്നുള്ളതാണ് ചോദ്യം. അത് ഏത് ജില്ലയിലാണ്? കോഴിക്കോട് ജില്ലയിലാണ്. അതിനു വേണ്ടിയിട്ട് ഒരു പ്രചരണ പരിപാടി ഉണ്ടായിരുന്നു. ഈ UDID രജിസ്ട്രേഷൻ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പ്രചരണ പരിപാടി ഉണ്ടായിരുന്നു. ആ പ്രചരണ പരിപാടിയാണ് തന്മുദ്ര എന്ന പേരിൽ അറിയപ്പെടുന്നത്. കേരള സാമൂഹിക നീതി വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ ഒരു പ്രചരണ പരിപാടിയാണ്. അപ്പോൾ തന്മുദ്ര എന്ന് പറയുന്ന സാമൂഹിക നീതി വകുപ്പിൻ്റെ പ്രചരണ പരിപാടിയിലൂടെ കേരളത്തിൽ ആദ്യമായിട്ട് UDID രജിസ്ട്രേഷൻ പൂർണ്ണമായും നടപ്പിലാക്കപ്പെട്ടത് ഏത് ജില്ലയിലാണ് എന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിലാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള ആ പ്രചരണ പരിപാടിക്ക് കൊടുത്തിരുന്ന പേരെന്തായിരുന്നു? തന്മുദ്ര. അപ്പോൾ തന്മുദ്ര എന്ന് പറയുന്ന പ്രചരണ പരിപാടിയിലൂടെ എന്താണ് നടന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവണം. UDID രജിസ്ട്രേഷൻ, അല്ലേ? അതായത് യൂണിവേഴ്സൽ ഡിസേബിലിറ്റി ID രജിസ്ട്രേഷൻ ആദ്യമായിട്ട് പൂർത്തിയാക്കിയ ജില്ല ഏതാണ്? അത് കോഴിക്കോടാണ്. ശ്രദ്ധിച്ചു വെക്കണം, ഒരു മാർക്കിൻ്റെ ഒരു പോയിന്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്ക് അറിയാവുന്ന കാര്യമാണ്, ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ഏതാണ്? അല്ലേ? ജോഗ്രഫി ഭാഗത്തൊക്കെ പരീക്ഷയ്ക്ക് സ്ഥിരം ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ഇന്ത്യയിൽ ഒരു നദിക്ക് കുറുകെ പണിതിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ഏതാണെന്ന് ചോദിച്ചാൽ അത് നിങ്ങൾക്ക് അറിയാം. ഏതാണ്? ഭൂപൻ ഹസാരിക പാലം, അല്ലേ? ഭൂപൻ ഹസാരിക പാലം ആസാമിലാണ്, അല്ലേ? ആസാമിൽ ലോഹിത് എന്ന് പറയുന്ന നദിയുണ്ട്. ബ്രഹ്മപുത്രയുടെ ഒരു പോഷക നദിയാണ് ലോഹിത് എന്ന് പറയുന്ന നദി. ആ ലോഹിത് നദിക്ക് കുറുകെയാണ് ഇന്ത്യയിലെ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം. അതാണ് ഭൂപൻ ഹസാരിക പാലം. അതുപോലെ കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ഈ അടുത്ത കാലത്താണ് അതിൻ്റെ ആ നിർമ്മാണം പൂർത്തിയായത്. അങ്ങനെയാണിത് വാർത്തയിൽ വന്നത്. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ഏറ്റവും നീളം കൂടിയ പാലം ഏതെന്ന് ചോദിച്ചാൽ കുമ്പിച്ചൽ കടവ് പാലം. കുമ്പിച്ചൽ കടവ് പാലം തിരുവനന്തപുരത്ത് അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്താണ്. തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം. എന്താണ് ഇതിൻ്റെ പ്രാധാന്യം? ഇതിനു മുമ്പ് നിങ്ങൾ ഒരു പുസ്തകത്തിലും ഇത് കാണാൻ സാധ്യതയില്ല, കാരണം അതിപ്പോഴാണ് നിർമ്മാണം പൂർത്തിയാക്കിയത്. അപ്പോൾ ഇനി മുതലുള്ള പുസ്തകങ്ങളിലെല്ലാം അത് വന്നു തുടങ്ങും. കേരളത്തിൽ ഒരു നദിക്ക് കുറുകെ പണിതിട്ടുള്ള ഏറ്റവും നീളം കൂടിയ പാലമാണ് കുമ്പിച്ചൽ കടവ് പാലം. അത് തിരുവനന്തപുരം ജില്ലയിലാണ്, അമ്പൂരി എന്ന് പറയുന്ന സ്ഥലത്താണ്. അപ്പോൾ അവിടെ വേറൊരു ചോദ്യം കൂടി വരുമല്ലോ, അല്ലേ? ഏത് നദിക്ക് കുറുകെയാണ് കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പാലം നിർമ്മിച്ചിരിക്കുന്നത് എന്നൊരു ചോദ്യം കൂടി വരും, അല്ലേ? അപ്പോൾ അതിൻ്റെ ഉത്തരം കൂടി അറിഞ്ഞു വയ്ക്കണം. കരിപ്പയാറ്. ഏതാണ്? കരിപ്പയാറ് എന്ന് പറയുന്ന നദിക്ക് കുറുകെയാണ് ഏത്? കുമ്പിച്ചൽ കടവ് പാലം നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വായിക്കണം.
ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. ആരോഗ്യ പച്ച. ആരോഗ്യ പച്ച എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു ഔഷധ സസ്യമാണ്. ആരോഗ്യ പച്ച എന്ന് പറഞ്ഞാൽ ഒരു ഔഷധ സസ്യമാണ്. നമ്മൾ പറയും അത്ഭുത സസ്യം എന്ന് പറയും, മിറാക്കിൾ ഹെർബ് എന്നൊക്കെ പറയും. ഏതാണ് ആരോഗ്യ പച്ച? ഇതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പുറം ലോകത്തിന് വലിയ പിടുത്തമൊന്നുമില്ലായിരുന്നു. ഈ ആരോഗ്യ പച്ച എന്ന് പറയുന്ന സസ്യത്തിൻ്റെ ഔഷധ ഗുണം ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഒരു ആദിവാസിയാണ്. ആ ആദിവാസിയുടെ പേരാണ് കുട്ടിമാത്തൻ കാണി. കുട്ടിമാത്തൻ കാണി അല്ലേ? അപ്പോൾ ആരോഗ്യ പച്ച എന്ന് പറയുന്ന ഔഷധ സസ്യം, ആ ഔഷധ സസ്യത്തിൻ്റെ ഗുണം, അതിൻ്റെ ഈ പറഞ്ഞ ക്വാളിറ്റി, അതൊക്കെ ലോകത്തിന് പരിചയപ്പെടുത്തിയത് ഒരു ആദിവാസിയാണ്. ആദിവാസിയുടെ പേരെന്താണ്? കുട്ടിമാത്തൻ കാണി. വളരെ പ്രശസ്തനാണ്. അത് തിരുവനന്തപുരത്ത് കോട്ടൂർ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. തിരുവനന്തപുരത്ത് കോട്ടൂരിൽ ഉൾവനത്തിൽ താമസിക്കുന്ന ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യനായിരുന്നു ആര്? കുട്ടിമാത്തൻ കാണി. എന്തിനാണ് ഇതിപ്പോൾ പറഞ്ഞത് എന്ന് ചോദിച്ചാൽ 2025 ഓഗസ്റ്റിൽ കുട്ടിമാത്തൻ കാണി മരണപ്പെട്ടു. 2025 ഓഗസ്റ്റിൽ കുട്ടിമാത്തൻ കാണി മരണപ്പെട്ടു. അപ്പോൾ പരീക്ഷയ്ക്ക് അതൊരു ചോദ്യമാകാം. 2025 ഓഗസ്റ്റിൽ മരണപ്പെട്ട കുട്ടിമാത്തൻ കാണി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, ആരോഗ്യ പച്ച എന്ന് പറയുന്ന ഔഷധ സസ്യത്തെ ലോകത്തിന് അല്ലെങ്കിൽ ശാസ്ത്രലോകത്തിന് കാണിച്ചു തന്ന, പരിചയപ്പെടുത്തിയ വ്യക്തി എന്നുള്ള നിലയിലാണ് ആര് അറിയപ്പെടുക? കുട്ടിമാത്തൻ കാണി. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇതേപോലുള്ള ചോദ്യങ്ങൾ നേരത്തെയും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ താമരശ്ശേരി ചുരം അല്ലേ? ആ താമരശ്ശേരി ചുരത്തിന് കാരണക്കാരനായത്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സാധ്യത ഉണ്ട് എന്ന് ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത് അതും ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളാണ്. അദ്ദേഹത്തിൻ്റെ പേരും പരീക്ഷയ്ക്ക് ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ആരാണ്? കരിന്തണ്ടൻ. കരിന്തണ്ടൻ അല്ലേ? താമരശ്ശേരി ചുരം, അതിൻ്റെ സാധ്യത അല്ലെങ്കിൽ ആ പറഞ്ഞ ആ ഒരു വഴി, അത് ലോകത്തിന് കാണിച്ചു കൊടുത്തത്, പരിചയപ്പെടുത്തിയത് ഒരു ഈ പറഞ്ഞ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട മനുഷ്യനാണ്. ആരാണ്? കരിന്തണ്ടൻ അല്ലേ? അതുപോലെ കുറവൻ കുറത്തി മലകൾക്കിടയിൽ ഒരു ഡാമിൻ്റെ, ഒരു അണക്കെട്ട് നിർമ്മിക്കാനുള്ള സാധ്യതയുണ്ട്, അല്ലെങ്കിൽ അതിൻ്റെ സാധ്യത ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്തത്, അങ്ങനെ ഒരു സ്ഥലം ലോകത്തിന് കാണിച്ചു കൊടുത്തത് അതും ഒരു ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളാണ്. ആരാണ് ആ വ്യക്തി? അതും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. ചെമ്പൻ കൊലുമ്പൻ. ആരാണ്? ചെമ്പൻ കൊലുമ്പൻ അല്ലേ? അപ്പോൾ ആ ചെമ്പൻ കൊലുമ്പൻ കാണിച്ചു കൊടുത്ത ആ കുറവൻ കുറത്തി മലകൾക്കിടയിലാണ് ഇന്ന് ഏതുള്ളത്? ഇടുക്കി ഡാം ഉള്ളത്. അപ്പോൾ ഇടുക്കി ഡാം, ആ നിർമ്മാണ പ്രദേശം ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുത്ത ആളാണ് ചെമ്പൻ കൊലുമ്പൻ. താമരശ്ശേരി ചുരം, ആ ഒരു വഴി കാണിച്ചു കൊടുത്ത ആളാണ് ആര്? കരിന്തണ്ടൻ. ആരോഗ്യ പച്ചയെ ലോകത്തിന് മുമ്പിൽ കാണിച്ചു കൊടുത്ത ഗോത്ര വിഭാഗത്തിൽപ്പെട്ട ആളാണ് ആര്? കുട്ടിമാത്തൻ കാണി. അപ്പോൾ പരീക്ഷയ്ക്ക് എങ്ങനെയൊക്കെ ചോദ്യം വരും എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അനുബന്ധമായിട്ട് ഞാൻ ഈ കാര്യങ്ങൾ കൂടി പറഞ്ഞത്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് ഒരു പദ്ധതിയിലോട്ട് വരാം. ഹാപ്പി കേരള എന്ന് പറയുന്ന പദ്ധതി. ഹാപ്പി കേരള വേറൊന്നുമല്ല, കേരളത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഹാപ്പിനെസ് കേന്ദ്രങ്ങളാക്കുക, അതായത് സന്തോഷത്തിൻ്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഹാപ്പി കേരള. അപ്പോൾ എന്താണ് ഹാപ്പി കേരള? കേരളത്തിലെ എല്ലാ കുടുംബങ്ങളെയും ഹാപ്പിനെസ് കേന്ദ്രങ്ങളാക്കി മാറ്റുക, സന്തോഷ കേന്ദ്രങ്ങളാക്കി മാറ്റുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന ഒരു പദ്ധതിയാണ് ഹാപ്പി കേരള. ചോദ്യം വരുന്നത് ഇനിയാണ്, ഈ പറഞ്ഞ പദ്ധതി ആരംഭിച്ചത് ഏത് സംഘടനയാണ് എന്ന് ചോദിച്ചാൽ കുടുംബശ്രീയാണ്. അപ്പോൾ കേരളത്തിലെ കുടുംബശ്രീ കേരളത്തിലെ ഓരോ കുടുംബങ്ങളെയും സന്തോഷ കേന്ദ്രങ്ങളാക്കുക എന്ന ഉദ്ദേശത്തോടു കൂടി ആരംഭിച്ചിരിക്കുന്ന പദ്ധതിയാണ് ഏത്? ഹാപ്പി കേരള എന്ന് പറയുന്ന പദ്ധതി. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കാർഷിക അവാർഡിലോട്ടാണ് വരുന്നത്. കേരള കൃഷി വകുപ്പ് അല്ലെങ്കിൽ കേരള സർക്കാർ ഏറ്റവും മികച്ച കർഷകന് കൊടുക്കുന്ന പുരസ്കാരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? കർഷകോത്തമ പുരസ്കാരം അല്ലേ? കേരള കൃഷി വകുപ്പ് നൽകുന്ന പുരസ്കാരം അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരം, മികച്ച കർഷകന് സംസ്ഥാന സർക്കാർ നൽകുന്ന പുരസ്കാരം, അത് ഏത് പേരിൽ അറിയപ്പെടുന്നു? കർഷകോത്തമ പുരസ്കാരം. സിബി കല്ലിങ്കൽ സ്മാരക കർഷകോത്തമ പുരസ്കാരം എന്നൊക്കെ പറയുമെങ്കിലും കർഷകോത്തമ പുരസ്കാരം എന്ന് നിങ്ങൾ ഓർത്താൽ മതി. അപ്പോൾ കേരള സർക്കാർ മികച്ച കേരള കർഷകന് നൽകുന്ന പുരസ്കാരമാണ് കർഷകോത്തമ പുരസ്കാരം.
2024 മികച്ച കർഷകനുള്ള കർഷകോത്തമ പുരസ്കാരം 2025 കേരള സർക്കാർ പ്രഖ്യാപിച്ചു. അത് ലഭിച്ചത് പാലക്കാട് നിന്നുള്ള ഒരു കർഷകനാണ്. ആ കർഷകൻ്റെ പേര് അറിഞ്ഞു വയ്ക്കണ്ടേ? തീർച്ചയായിട്ടും അറിഞ്ഞു വയ്ക്കണം. CJ സ്കറിയ പിള്ള. CJ സ്കറിയ പിള്ള. അപ്പോൾ കേരള സർക്കാർ ഏറ്റവും മികച്ച കർഷകന് കൊടുക്കുന്ന പുരസ്കാരം കർഷകോത്തമ പുരസ്കാരം 2024 കർഷകോത്തമ പുരസ്കാരം 2025 ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ CJ സ്കറിയ പിള്ള എവിടുത്തുകാരനാണ്? പാലക്കാടുകാരനാണ്. ഇനി അത് കഴിഞ്ഞിട്ട് മികച്ച കർഷക വനിതയ്ക്ക് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം അതറിയപ്പെടുന്നത് കർഷക തിലകം എന്നാണ്. മികച്ച കർഷക വനിതയ്ക്ക് നൽകുന്ന പുരസ്കാരം, കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം അതറിയപ്പെടുന്നത് കർഷക തിലകം എന്നാണ്. ആ കർഷക തിലക പുരസ്കാരം 2024 കർഷക തിലക പുരസ്കാരം 2025 നൽകി. ആർക്ക് നൽകി എന്ന് ചോദിച്ചാൽ വി വാണി എന്ന് പറയുന്ന സ്ത്രീക്കാണ് ലഭിച്ചത്. വി വാണി ആലപ്പുഴ ജില്ലക്കാരിയാണ്. ആര്? വി വാണി. അപ്പോൾ 2 പോയിൻ്റാണ് അവിടെ ഉള്ളത്. മികച്ച കർഷകന് കേരള സർക്കാർ നൽകുന്ന പുരസ്കാരം അറിയപ്പെടുന്നത് കർഷകോത്തമ. മികച്ച കർഷക വനിതയ്ക്ക് കൊടുക്കുന്ന പുരസ്കാരം കർഷക തിലകം. കർഷക തിലകം. ആ 2 പോയിൻ്റാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇത്തവണ ആ പുരസ്കാരം കിട്ടിയേക്കുന്നത് ആർക്ക് എന്നുകൂടി അറിയണം. ഒരാൾ സ്കറിയ പിള്ള, വേറൊന്ന് വി വാണി. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് അടുത്ത ഒരു പോയിന്റിലോട്ട് വരാം. ഒരു പുസ്തകമാണ്, ഒരു ജീവചരിത്ര ഗ്രന്ഥമാണ്. MS സ്വാമിനാഥൻ, ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ. MS സ്വാമിനാഥൻ, ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന് പറയുന്ന ഒരു ജീവചരിത്ര ഗ്രന്ഥം ആരെക്കുറിച്ചാണെന്ന് അതിനകത്തുണ്ട്. MS സ്വാമിനാഥനെ കുറിച്ചുള്ള പുസ്തകം. ആ പുസ്തകം രചിച്ചതാര് എന്ന് പരീക്ഷയ്ക്ക് ചോദിച്ചേക്കാം. നല്ല ചോദ്യമാണ്. അദ്ദേഹം ഈ അടുത്ത കാലത്താണ് മരണപ്പെട്ടത്. ഭാരതരത്ന ലഭിച്ച ആളാണ്. അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഇത് ശ്രദ്ധിച്ചു വയ്ക്കണം. MS സ്വാമിനാഥൻ, ദ മാൻ ഹൂ ഫെഡ് ഇന്ത്യ എന്ന ജീവചരിത്ര ഗ്രന്ഥം രചിച്ചതാര് എന്ന് ചോദിച്ചാൽ പ്രിയംവദ ജയകുമാർ. ആരാണ്? പ്രിയംവദ ജയകുമാറാണ് ആ പുസ്തകം രചിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞു വയ്ക്കേണ്ട ഒരു പോയിൻ്റാണ്. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം. കേരളത്തിലെ എന്ന് പറയേണ്ട കാര്യമില്ല, ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം ഏതാണ് എന്ന് ചോദിച്ചാൽ കേരള സീഡ്സ് ഫാമാണ്. കേരള സീഡ്സ് ഫാം, അതായത് വിത്തുൽപാദന കേന്ദ്രം. കേരള വിത്തുൽപാദന കേന്ദ്രം അല്ലേ? അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം ഏതാണെന്ന് ചോദിച്ചാൽ കേരള സീഡ്സ് ഫാമാണ്. കേരള വിത്തുൽപാദന കേന്ദ്രം എവിടെയാണ് എന്ന് ചോദിച്ചാൽ ആലുവയിലാണ്, എറണാകുളം ജില്ല. അപ്പോൾ ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം ഏതെന്ന് ചോദിച്ചാൽ അത് കേരള സീഡ്സ് ഫാമാണ്, ആലുവ, എറണാകുളം ജില്ല. അതുപോലെ പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ഒന്നാണ്, 2025 ഓഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സിനകത്ത് വരുന്ന ഒന്നാണ് കാർബൺ ന്യൂട്രൽ ഭവനം. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഭവനം, വീട് ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കോഴിക്കോട് ജില്ലയിലുള്ള ഒരു വീടാണ്. അതിൻ്റെ പേര് മേട എന്നാണ്. ഏതാണ്? മേട അല്ലേ? കാർബൺ ന്യൂട്രൽ ഫാം ഏത് ജില്ലയിലാണ്? എറണാകുളം ജില്ലയിലാണ്. കാർബൺ ന്യൂട്രൽ ഭവനം എവിടെയാണ്? അത് കോഴിക്കോട് ജില്ലയിലാണ്. അതിന് കൊടുത്തിരിക്കുന്ന പേരെന്താണ്? മേട. നമ്മൾ മുമ്പ് പഠിച്ച കാര്യമാണ്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഗ്രാമപഞ്ചായത്ത്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഗ്രാമപഞ്ചായത്ത് നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. അത് ഏതാണ്? അത് മീനങ്ങാടി ഗ്രാമപഞ്ചായത്താണ് അല്ലേ? വയനാട് ജില്ലയിലുള്ള മീനങ്ങാടി ഗ്രാമപഞ്ചായത്താണ് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഗ്രാമപഞ്ചായത്ത്. അപ്പോൾ 3 പോയിന്റുകളാണ് പറഞ്ഞത്. കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഗ്രാമപഞ്ചായത്ത് ഏതെന്ന് ചോദിച്ചാൽ മീനങ്ങാടി ഗ്രാമപഞ്ചായത്ത്, വയനാട് ജില്ല. പക്ഷേ കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാം, അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഫാമാണ്. അത് എറണാകുളം ജില്ല, ആലുവയിലാണ്, കേരള സീഡ്സ് ഫാം അല്ലേ? ഇനി അത് കഴിഞ്ഞിട്ട് കേരളത്തിലെ ആദ്യത്തെ കാർബൺ ന്യൂട്രൽ ഭവനം ഏത് ജില്ലയിലാണെന്ന് ചോദിച്ചാൽ കോഴിക്കോട് ജില്ലയിൽ മേട എന്നാണ് ആ വീടിന് പേര് കൊടുത്തിരിക്കുന്നത്, മേട. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള കാര്യമാണ്.
ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം. ഈ ജല ബജറ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അതായത് ജലസാക്ഷരത ഉണ്ടാക്കുക എന്നുള്ളതാണ്. പൗരന്മാരിൽ ജലസാക്ഷരത ഉണ്ടാക്കുക എന്നുള്ളതാണ്. ജലത്തിൻ്റെ ആവശ്യം, ജലം സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യം പോലുള്ള കാര്യങ്ങളിൽ ഒരു അവബോധം പൗരന്മാരിൽ ഉണ്ടാക്കുക എന്നതാണ് ജല ബജറ്റൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിനകത്ത് വരുന്ന ഉദ്ദേശങ്ങളിലൊന്ന് അതാണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് കേരളമാണ്. അത് ഏതാണ്? കേരളമാണ്. എന്നാൽ കേരളത്തിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏതാണ് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂർ ജില്ലയാണ്. അല്ലേ? കേരളത്തിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. 2 പോയിന്റാണ് പറഞ്ഞത്. രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാൻ കൊള്ളാവുന്ന ചോദ്യമാണ്. ഇന്ത്യയിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന സംസ്ഥാനം കേരളം. അല്ലേ? കേരളത്തിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏത് എന്ന് ചോദിച്ചാൽ അത് കണ്ണൂരാണ്. കണ്ണൂരിലെ കാര്യം പറയുമ്പോൾ വേറൊരു പ്രധാനപ്പെട്ട കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞു വയ്ക്കണം. ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണൽ, ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ ഈ അടുത്ത കാലത്ത് കേരളത്തിൽ നിന്നുള്ള ആരോഗ്യ പദ്ധതി, കേരളത്തിൽ നിന്നുള്ള ഒരു ആരോഗ്യ പദ്ധതി സ്ഥാനം പിടിച്ചു. എങ്ങനെയാണ് പറഞ്ഞത്? ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ആരോഗ്യ പദ്ധതി സ്ഥാനം പിടിച്ചു. എവിടെയുള്ള ആരോഗ്യ പദ്ധതി? ഏത് ആരോഗ്യ പദ്ധതി എന്നുള്ളതാണ് ചോദ്യം. ഏതാണ് ആ ആരോഗ്യ പദ്ധതി? ആ ആരോഗ്യ പദ്ധതിയാണ് ക്യാൻസർ രഹിത കണ്ണപുരം. ക്യാൻസർ രഹിത കണ്ണപുരം. ഈ കണ്ണപുരം എന്ന് പറയുന്ന സ്ഥലം എവിടെയാണ്? കണ്ണൂർ ജില്ലയിലുള്ള ഒരു സ്ഥലമാണ്. അല്ലേ? അപ്പോൾ കേരളത്തിൽ ആദ്യമായിട്ട് ജല ബജറ്റ് തയ്യാറാക്കുന്ന ജില്ലയാണ് ഏത്? കണ്ണൂർ. ഇപ്പോൾ പറഞ്ഞ കാര്യം എന്താണ്? ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ കേരളത്തിൽ നിന്നുള്ള ഒരു ആരോഗ്യ പദ്ധതി അടുത്ത കാലത്ത് സ്ഥാനം പിടിച്ചു. അത് ഏതാണ് എന്നുള്ളതാണ്. ആ ആരോഗ്യ പദ്ധതി ഏതാണ്, എന്താണ് എന്നുള്ളതാണ് ചോദ്യം. അതാണ് ക്യാൻസർ രഹിത കണ്ണപുരം. കണ്ണപുരം, ക്യാൻസർ രഹിത കണ്ണപുരം. ക്യാൻസർ രോഗത്തിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിനാണ് കണ്ണപുരം ഗ്രാമപഞ്ചായത്ത് നടത്തി വരുന്ന ഒരു ക്യാമ്പയിനാണ് ക്യാൻസർ രഹിത കണ്ണപുരം. അപ്പോൾ ആ പദ്ധതിയാണ് ലോകാരോഗ്യ സംഘടനയുടെ ശാസ്ത്ര ജേണലിൽ ഈ അടുത്ത കാലത്ത് ഇടം പിടിച്ചത്. കണ്ണപുരം പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ മുമ്പേ പഠിച്ചിട്ടുണ്ട്. കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ, കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ ഉത്തരം നമ്മൾ പഠിച്ചിരിക്കുന്നത് കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ എന്നാണ്, കണ്ണൂർ ജില്ല. അല്ലേ? കണ്ണപുരം റെയിൽവേ സ്റ്റേഷൻ, കണ്ണൂർ ജില്ല, കേരളത്തിലെ ആദ്യത്തെ ഹരിത റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട ഭാഗത്തോട്ട് വരാം. കുമ്മറ മലയാളം നിഘണ്ടു. നിഘണ്ടു എന്താണെന്ന് നമുക്കറിയാം. ഇംഗ്ലീഷ് മലയാളം നിഘണ്ടു, ഇംഗ്ലീഷ് ഹിന്ദി നിഘണ്ടു. അല്ലേ? അതുപോലെ ഇപ്പോൾ ഒരു നിഘണ്ടുവിനെ പരിചയപ്പെടാം. കുമ്മറ മലയാളം നിഘണ്ടു. എന്താണ് കുമ്മറ? കുമ്മറ എന്ന് പറയുന്ന ഒരു ഗോത്രഭാഷയാണ്. ഗോത്രഭാഷയാണ്, ലിപിയില്ലാത്ത ഗോത്രഭാഷയാണ്. ഈ പറഞ്ഞ മൺപാത്രങ്ങളൊക്കെ ഉണ്ടാക്കുന്ന ഒരു വിഭാഗമുണ്ട്, അവരുടെ ഇടയിലുള്ള ഒരു ഭാഷയാണ് ഏത്? കുമ്മറ എന്ന് പറയുന്ന ഭാഷ. ആ സമുദായത്തെയും കുമ്മറ സമുദായം എന്ന് വിളിക്കും, ഭാഷയെയും കുമ്മറ എന്നാണ് പറയുന്നത്. അത് ഉത്തര കേരളത്തിലുള്ള ഈ പറഞ്ഞൊരു ഭാഷയാണ്. ഉത്തര കേരളത്തിൽ മാത്രമുള്ള ഒരു ഭാഷയാണ് കുമ്മറ ഭാഷ. അപ്പോൾ ആ കുമ്മറ ഭാഷയ്ക്ക് ഞാൻ പറഞ്ഞു എന്തില്ല? ലിപിയില്ല. അതൊക്കെ കൊണ്ട് തന്നെ ഈ ഭാഷ ഇങ്ങനെ നശിച്ച് വരികയാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഒരു നിഘണ്ടു, കുമ്മറ ഭാഷയുടെ പുനരുജ്ജീവനത്തിന് വേണ്ടിയിട്ട് ഒരു നിഘണ്ടു തയ്യാറാക്കി. അതാണ് കുമ്മറ മലയാളം നിഘണ്ടു. ഇതിനൊരു പ്രത്യേകതയുണ്ട്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗോത്രഭാഷയിൽ രചിക്കപ്പെട്ട ആദ്യത്തെ നിഘണ്ടുവാണ്. കേരളത്തിലെ ഏതെങ്കിലും ഒരു ഗോത്രഭാഷയിൽ രചിക്കപ്പെട്ട ആദ്യത്തെ നിഘണ്ടുവാണ് കുമ്മറ മലയാളം നിഘണ്ടു. അതിനൊരു പേര് കൊടുത്തിട്ടുണ്ട്. എന്താണ് പേര്? സൊം എന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്. സൊം. അല്ലേ? നമ്മൾ മുമ്പ് പഠിച്ചിട്ടുണ്ട്. ഷാജി എൻ കരുണിൻ്റെ ഒരു സിനിമയുടെ പേര് കൂടിയാണ് ഏത്? സൊം. അല്ലേ? അപ്പോൾ കേരളത്തിൽ ഗോത്രഭാഷയിൽ നിർമ്മിക്കപ്പെട്ട ആദ്യത്തെ നിഘണ്ടു ഏത് എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? കുമ്മറ മലയാളം നിഘണ്ടു. അതിനെന്തെന്നാണ് പേര് കൊടുത്തിരിക്കുന്നത്? സൊം എന്നാണ് അതിന് പേര് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കണം. പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇനി അത് കഴിഞ്ഞിട്ട് നമുക്കറിയാവുന്ന കാര്യമാണ്, നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് വയോജന നിയമം അല്ലെങ്കിൽ വയോജന ബില്ല് പാസ്സാക്കിയ സംസ്ഥാനമാണ്
കേരളം എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ. നമ്മുടെ രാജ്യത്ത് ആദ്യമായിട്ട് വയോജന നിയമം അല്ലെങ്കിൽ വയോജന ബില്ല് പാസ്സാക്കിയ സംസ്ഥാനമാണ് കേരളം എന്ന് പല ക്ലാസ്സുകളിലും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ വയോജന കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടു. ആ വയോജന കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷനായിട്ട് ഇപ്പോൾ ഒരാളെ നിയമിച്ചിട്ടുണ്ട്. വാർത്തകളിൽ നിറഞ്ഞു നിൽക്കുകയാണ്. ആരാണ്? കെ സോമപ്രസാദ് അല്ലേ. അപ്പോൾ കേരള വയോജന കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ, കേരള വയോജന കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആര്? കെ സോമപ്രസാദ്. അവിടെ ചില കാര്യങ്ങൾ നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കണം. വയോജന കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ട്? അധ്യക്ഷൻ ഉൾപ്പെടെ 5 അംഗങ്ങളുണ്ട്. സംസ്ഥാന വയോജന കമ്മീഷനിൽ പുതുതായി രൂപീകരിച്ച സംസ്ഥാന വയോജന കമ്മീഷനിൽ ആകെ എത്ര അംഗങ്ങളുണ്ട് എന്ന് ചോദിച്ചാൽ അധ്യക്ഷൻ ഉൾപ്പെടെ 5 അംഗങ്ങൾ, അധ്യക്ഷനെ കൂടാതെ 4 അംഗങ്ങൾ. ഇനി അത് കഴിഞ്ഞിട്ട് ഈ അംഗങ്ങളുടെ കാലാവധിയോ? അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷം ആയിരിക്കും. അംഗങ്ങളുടെ കാലാവധി 3 വർഷമായിരിക്കും. അപ്പോൾ കേരളത്തിലെ ആദ്യത്തെ വയോജന കമ്മീഷൻ, ആ വയോജന കമ്മീഷൻ്റെ ആദ്യത്തെ അധ്യക്ഷൻ ആര് എന്ന് ചോദിച്ചാൽ കെ സോമപ്രസാദ്. ശരി, അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് താരസംഘടന, മലയാള സിനിമാ താരങ്ങളുടെ സംഘടനയാണ് അമ്മ എന്ന് നിങ്ങൾക്കറിയാം. A.M.M.A എന്ന് പറയണോ, അമ്മ എന്ന് പറയണോ എന്നൊക്കെ ചില തർക്കമൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് സൗകര്യം എന്താണ്? അമ്മ എന്നുള്ളതാണ്. അപ്പോൾ മലയാള സിനിമാ താരങ്ങളുടെ സംഘടന അമ്മ, ആ സംഘടനയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഇത്രയും നാളത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ട് അതിൻ്റെ തലപ്പത്തോട്ട് ഒരു വനിത അധ്യക്ഷ സ്ഥാനത്തോട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. മലയാള സിനിമാ താര സംഘടനയായിട്ടുള്ള അമ്മയുടെ തലപ്പത്തോട്ട് ഈ അടുത്ത കാലത്ത് തിരഞ്ഞെടുക്കപ്പെട്ട വനിതയാര് എന്ന് ചോദിച്ചാൽ അത് ശ്രദ്ധിക്കണം, ശ്വേതാ മേനോൻ. ആരാണ്? ശ്വേതാ മേനോൻ അല്ലേ. എന്തായാലും നിങ്ങൾ ശ്വേതാ മേനോനെ ശ്രദ്ധിക്കുമെന്ന് ഉറപ്പാണ്, എങ്കിലും ഒന്ന് പറഞ്ഞെന്നേ ഉള്ളൂ. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു പോയിന്റിലോട്ട് വരാം. പാപ്പ ബുക്ക. എന്താണ് പാപ്പ ബുക്ക? പാപ്പ ബുക്ക എന്ന് പറയുന്നത് ഒരു സിനിമയാണ്. സിനിമ എന്ന് പറയുമ്പോൾ പാപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട സിനിമ. പാപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയുന്ന ഒരു രാജ്യത്ത് നിർമ്മിക്കപ്പെട്ട സിനിമയാണ് പാപ്പ ബുക്ക. ഈ സിനിമ സംവിധാനം ചെയ്തത് ഒരു മലയാളിയാണ്, ഞങ്ങളുടെ വീട്ടിനടുത്തുള്ള ഒരാളാണ്, ഡോക്ടർ ബിജു, അടൂരുകാരൻ ഡോക്ടർ ബിജു ആണ് ഈ പറഞ്ഞ സിനിമ എന്ത് ചെയ്ത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പാപ്പ ബുക്ക എന്ന് പറയുന്ന സിനിമ നിർമ്മിച്ചിരിക്കുന്നത് പാപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയുന്ന രാജ്യം. പക്ഷേ ആ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ഒരു മലയാളിയാണ്, ഡോക്ടർ ബിജു. ഈ സിനിമ ഇപ്പോൾ വാർത്തകളിൽ വന്നു. അതായത് 98ാമത് ഓസ്കാർ പുരസ്കാരത്തിലോട്ട് ഒരു നോമിനേഷനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ എൻട്രി ആയിട്ട് പാപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ എൻട്രി ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമയാണ് ഏത്? പാപ്പ ബുക്ക. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും, പാപ്പുവ ന്യൂ ഗിനിയ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഔദ്യോഗിക എൻട്രി ആയിട്ട് 98ാമത് ഓസ്കാർ പുരസ്കാരത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട മലയാളിയായിട്ടുള്ള സംവിധായകൻ ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത ചിത്രം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? പാപ്പ ബുക്ക. അപ്പോൾ അത് ഓർത്ത് വയ്ക്കണം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. നമ്മൾ നേരത്തെ പഠിച്ചതാണ് 2023 കേരള ശാസ്ത്ര പുരസ്കാരം. 2023 കേരള ശാസ്ത്ര പുരസ്കാരം ആർക്കാണ് ലഭിച്ചത് എന്നുള്ളത് നേരത്തെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് എസ് സോമനാഥിനാണ്. എന്തിനാണ് ഇപ്പോൾ പറഞ്ഞത്? 2023 കേരള ശാസ്ത്ര പുരസ്കാരം എസ് സോമനാഥിന് കൊടുത്തത് 2025 ഓഗസ്റ്റിലാണ്. അപ്പോൾ അത് വീണ്ടും വാർത്തകളിൽ വന്നു. അപ്പോൾ 2023 കേരള ശാസ്ത്ര പുരസ്കാരം ലഭിച്ചത് ആർക്ക് എന്ന് ചോദിച്ചാൽ നമ്മുടെ ISROയുടെ 10ാമത് ചെയർമാനായിരുന്ന അധ്യക്ഷനായിരുന്ന മലയാളി എസ് സോമനാഥിനാണ് 2023 കേരള ശാസ്ത്ര പുരസ്കാരം 2025 ഓഗസ്റ്റിൽ നൽകിയത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ച് വയ്ക്കുക. ഇനി അത് കഴിഞ്ഞിട്ട് 2025 ഓഗസ്റ്റിൽ മരണപ്പെട്ട മലയാളത്തിലെ പ്രസിദ്ധ സാഹിത്യകാരനാണ് ആര്? MK സാനു. 2025 ഓഗസ്റ്റിൽ മരണപ്പെട്ട മലയാളത്തിലെ പ്രസിദ്ധ എഴുത്തുകാരൻ, സാഹിത്യകാരനാണ് MK സാനു. MK സാനുവിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ജീവചരിത്ര ഗ്രന്ഥം അദ്ദേഹം രചിച്ച ഈ പറഞ്ഞ പുസ്തകം ശ്രദ്ധിച്ചു വയ്ക്കണം. ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം.
ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം എന്ന കൃതി രചിച്ചതാരെന്ന് ചോദിച്ചാൽ MK സാനുവാണ്. ഈ പറഞ്ഞ കൃതിക്ക് അദ്ദേഹത്തിന് വയലാർ പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അതായത് MK സാനുവിന് വയലാർ പുരസ്കാരം നേടിക്കൊടുത്ത കൃതിയാണ് ഏത്? ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ഇനി അത് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായുള്ള മറ്റൊരു കൃതിയുണ്ട്, ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ. ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ. ഈ പറഞ്ഞ കൃതിയുടെ രചനയ്ക്ക് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ MK സാനുവിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ബഷീർ ഏകാന്ത വീതിയിലെ അവധൂതൻ, അല്ലേ? അതുപോലെ MK സാനുവിന് എന്താണ് വയലാർ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് ചങ്ങമ്പുഴ നക്ഷത്രങ്ങളുടെ സ്നേഹഭാജനം. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു ആത്മകഥയുണ്ട്. MK സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി. അപ്പോൾ ആരുടെ ആത്മകഥയാണ് കർമ്മഗതി എന്ന് ചോദിച്ചാൽ MK സാനുവിൻ്റെ ആത്മകഥയാണ് കർമ്മഗതി. അത് ശ്രദ്ധിച്ചു വയ്ക്കണം. പിന്നെ അത് കഴിഞ്ഞിട്ട് വേറൊരു പ്രധാനപ്പെട്ട പോയിന്റ് കൂടിയുണ്ട്. 2024 കേരള ജ്യോതി പുരസ്കാരം, 2024 കേരള ജ്യോതി പുരസ്കാരം ലഭിച്ചതാർക്ക്? അത് MK സാനുവിനാണ്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചു വയ്ക്കുക. 2025 ഓഗസ്റ്റിൽ മരണപ്പെട്ട മലയാളത്തിലെ പ്രസിദ്ധ സാഹിത്യകാരനാണ് MK സാനു. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വയ്ക്കണം, പരീക്ഷയ്ക്ക് ചോദിക്കാം. ഇനി അത് കഴിഞ്ഞിട്ട് വേറൊരു ഭാഗത്തോട്ട് വരാം. കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്. എന്താണ് കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക്? അതിൻ്റെ ചുരുക്കെഴുത്താണ് KFON. അതിൻ്റെ ചുരുക്കെഴുത്താണ് എന്ത്? KFON, അല്ലേ? കേരള ഫൈബർ ഓപ്റ്റിക് നെറ്റ്വർക്ക് എന്നുള്ളതിൻ്റെ ചുരുക്കെഴുത്താണ് KFON. KFON എന്ന് പറയുന്നത് കേരള സർക്കാരിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റാണ്. കേരള സർക്കാരിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റ്, കേരള ഗവൺമെൻറ്റിൻ്റെ സ്വന്തം ഇൻ്റർനെറ്റാണ് KFON. ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാനത്തിന് സ്വന്തം ഇൻ്റർനെറ്റ് സംവിധാനം ഉണ്ടാകുന്നത്. അത് ഏത് സംസ്ഥാനത്താണ്? കേരളത്തിലാണ്. അതിൻ്റെ പേരാണ് ഏത്? KFON. ഇപ്പോൾ KFON എങ്ങനെയാണ് വാർത്തകളിൽ വന്നത്? KFONന് ഒരു ഭാഗ്യചിഹ്നം ഈ അടുത്ത കാലത്ത് നിലവിൽ വന്നു. KFONൻ്റെ ഭാഗ്യചിഹ്നം ഫിബോ എന്ന് പറയുന്ന ഒരു കടുവയാണ്. KFONൻ്റെ ഭാഗ്യചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ ഒരു കടുവ. ആ കടുവയ്ക്ക് കൊടുത്ത പേരെന്താണ്? ഫിബോ എന്ന് പറയുന്ന കടുവയാണ് KFONൻ്റെ ഭാഗ്യചിഹ്നം. ഇത് പറയുമ്പോൾ കുറച്ചു കാലം മുമ്പ് നമ്മൾ പഠിച്ചതാണ്. കേരള ലോട്ടറിക്കൊരു ഭാഗ്യചിഹ്നമുണ്ട്, അത് നമ്മൾ മറന്നു പോകാൻ പാടില്ല. കേരള ലോട്ടറിയുടെ ഭാഗ്യചിഹ്നമാണ് ഏത്? പച്ചക്കുതിര, അല്ലേ? കേരള ലോട്ടറിയുടെ ഭാഗ്യചിഹ്നമാണ് പച്ചക്കുതിര. കറണ്ട് അഫയേഴ്സ് ഭാഗത്ത് വേറൊരു ഭാഗ്യചിഹ്നം കൂടി ചോദിക്കും. അത് കാത്തു എന്ന പേരിലുള്ള കാക്കത്തമ്പുരാട്ടിയാണ്. എങ്ങനെയാണ്? കാത്തു എന്ന പേരിലുള്ള കാക്കത്തമ്പുരാട്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി, അല്ലേ? 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2025. അതിൻ്റെ ഭാഗ്യചിഹ്നം ഏത് എന്ന് ചോദിച്ചാൽ കാത്തു എന്ന് പറയുന്ന കാക്കത്തമ്പുരാട്ടിയാണ്. വള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടി. കാത്തു എന്ന് പറയുന്ന വള്ളം തുഴയുന്ന കാക്കത്തമ്പുരാട്ടിയാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഭാഗ്യചിഹ്നം. ശരി, ഇനി അത് കഴിഞ്ഞിട്ട് അവിടെ ചോദിക്കുന്ന ചോദ്യം എന്താണ്? 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി 2025 കിരീടം നേടിയത് ഏത് ചുണ്ടൻ വള്ളമാണ് എന്ന് ചോദിച്ചാൽ വിയപുരം ചുണ്ടനാണ്, അല്ലേ? 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി കിരീടം നേടിയത് ഏത് ചുണ്ടൻ വള്ളമാണ് എന്ന് ചോദിച്ചാൽ വിയപുരം ചുണ്ടനാണ്. അവിടെ നിർത്തരുത്. അത് തുഴഞ്ഞത് ഏത് ബോട്ട് ക്ലബ്ബ് എന്നുള്ളതും പ്രധാനമാണ്. കൈനകരി ബോട്ട് ക്ലബ്ബ്, അല്ലേ? അപ്പോൾ കൈനകരി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ വിയപുരം ചുണ്ടനാണ് 71ാമത് നെഹ്റു ട്രോഫി വള്ളംകളി കിരീടം 2025 ലഭിച്ചിരിക്കുന്നത്. ആ വള്ളംകളി മത്സരത്തിൻ്റെ ഭാഗ്യചിഹ്നമാണ് കാത്തു എന്ന് പറയുന്ന വള്ളം തുഴയുന്ന കാക്ക തമ്പുരാട്ടി. അപ്പോൾ അത് ശ്രദ്ധിച്ച് വയ്ക്കണം. ഇത് പറയുമ്പോൾ വേറൊരു കാര്യം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിനകത്ത് പഠിച്ച ഒരു കാര്യമാണ്. ശ്രീമൂലം വള്ളംകളി 2025, അല്ലേ? തിരുവിതാംകൂർ രാജവംശവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ഭരണവുമായി അത്
ആനയുമായി ബന്ധപ്പെടുത്തിയിരിക്കുന്ന ഒരു വള്ളംകളിയാണ് ശ്രീമൂലം വള്ളംകളി എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ ശ്രീമൂലം വള്ളംകളി 2025 അത് നേടിയ ചുണ്ടൻ വള്ളം ഏതാണ്? അല്ലേ, ആ മത്സരം കഴിഞ്ഞാൽ കൊടുക്കുന്ന ട്രോഫിയാണ് രാജപ്രമുഖ് ട്രോഫി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 2025 ശ്രീമൂലം വള്ളംകളി രാജപ്രമുഖ് ട്രോഫി ലഭിച്ച ചുണ്ടൻ വള്ളം ഏതാണ്? ചെറുതന പുത്തൻ ചുണ്ടൻ. ഏതാണ്? ചെറുതന പുത്തൻ ചുണ്ടനാണ് ശ്രീമൂലം വള്ളംകളി 2025 ട്രോഫി ലഭിച്ചത്. അത് തുഴഞ്ഞത് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബാണ്. പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ ചെറുതന ചുണ്ടനാണ് ശ്രീമൂലം വള്ളംകളി കിരീടം രാജപ്രമുഖ് ട്രോഫി ലഭിച്ചത്. അതേസമയം നമ്മൾ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ടത് നെഹ്റു ട്രോഫി വള്ളംകളി പുരസ്കാരം, അല്ലെ, അത് ലഭിച്ചത് ആർക്കാണ്? വിയപുരം ചുണ്ടൻ. അത് തുഴഞ്ഞത് കൈനകരി ബോട്ട് ക്ലബ്ബാണ്. അപ്പോൾ കേരളവുമായി ബന്ധപ്പെട്ട അത്യാവശ്യം വേണ്ട ആഗസ്റ്റ് മാസത്തിലെ കറണ്ട് അഫയേഴ്സ് മാത്രമേ പറഞ്ഞുള്ളൂ. കുറച്ചുകൂടി കാര്യങ്ങൾ ഈ ഭാഗത്ത് പറയാനുണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ പറയാം. വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ പറഞ്ഞുള്ളൂ. അല്ലാത്ത കാര്യങ്ങൾ നോട്ടിനകത്ത് ഉൾക്കൊള്ളിച്ചേക്കാം. എന്തായാലും ഈ ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതുന്നു. അങ്ങനെ നിങ്ങൾ കൂടി ചിന്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഇത് നിങ്ങളുടെ കൂട്ടുകാർ കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. തൽക്കാലം ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലത് വരട്ടെ. നന്ദി.